വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കോട്ടകളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലീഗ് എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ വളരെ സുരക്ഷിതരാണ്. അവരുടെ ഇടയിലെ വിഭാഗീയത വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എത്ര സീറ്റ് UDF കൊടുക്കുന്നുവോ, എത്ര സീറ്റ് കൊടുക്കുന്നോ എന്നുള്ളതല്ല, വാങ്ങിച്ചെടുക്കുന്നു, അത്രയും സീറ്റ് അവരെത്തിക്കാനുള്ള വലിയ പ്രയത്നം തന്നെ അവർ നടത്തും. മുഴുവനും എത്തിച്ചില്ലെങ്കിൽ ഒരു 90% നിയമസഭയിൽ എത്തിക്കാൻ ലീഗ് ഉറപ്പ് നൽകും. അത് ലീഗ് അങ്ങനെയാണ്. ലീഗിൻ്റെ കാര്യത്തിൽ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. പിന്നെ പാലം വലിയും പാരവെപ്പും ഇല്ലാത്ത എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലീഗിൻ്റെ കോട്ടകളിൽ മാത്രമാണ്. CPM-ൻ്റെ കോട്ടകളിലില്ലേ? ഉണ്ട്. കോൺഗ്രസിനകത്ത് പിന്നെ അതേ ഉള്ളൂ. BJP-യിലും ഉണ്ട്. അപ്പോൾ ലീഗ് യഥാർത്ഥ കേഡർ പാർട്ടിയാണ് അവർ. ഈ ലീഗിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ആ ലീഗിൻ്റെ പേര് അതിനു മുമ്പായിട്ടൊരു മുസ്ലിം എന്നുകൂടി കിടക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ലോകത്തെമ്പാടും ഈ തീവ്രവാദമൊക്കെ പിടികൂടപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഈ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ബന്ധമാണ് പലപ്പോഴും കാണുന്നത്. മുസ്ലിം സമുദായം അങ്ങനെ തീവ്രമാണെന്നല്ല പറയുന്നത്, ആ സമുദായത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു, അങ്ങനെ ലേബൽ ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPI-യും പിന്നെ പോപ്പുലർ ഫണ്ടും ഒക്കെയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് ഉള്ള ചില തീവ്ര മുസ്ലിം വിഭാഗ ബന്ധം ഉപേക്ഷിച്ചിട്ട് വരൂ എന്ന്. പക്ഷേ പിന്നെ CPM-കാരും ഇവരും ഒക്കെ ആയിട്ടുള്ള ബന്ധം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. PDP ഒക്കെ ആയിട്ട് മദനിയുമായിട്ടൊക്കെ തന്നെ ഒരു വേദി പങ്കിട്ടതാണ്. VS ഒക്കെ അതിശക്തമായി പ്രതിഷേധിച്ച അവസരത്തിലും. അപ്പൊ അതിലത്ര വലിയ പുണ്യാളന്മാരെ ചമയേണ്ട കാര്യമില്ല CPM-ന്. അത് എന്തായാലും അവർക്ക് UDF-ൽ മൊത്തത്തിലൊരു പിന്നെ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലീഗ് അങ്ങനെ ചെയ്തിരിക്കുന്നത് തന്നെ. നമുക്കറിയാം, പാലക്കാട്ട് വിജയം ഏറ്റവും മുൻപിൽ ആഘോഷിച്ചത് SDPI-ക്കാരാണ്. SDPI-യുടെ നല്ല നിർണായകമായ റോൾ അവിടെ പാലക്കാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടത്തിലിന്റെ വൻ ഭൂരിപക്ഷത്തിന് ഇടയാക്കിയതെന്നും പറയുന്നുണ്ട്. അതേ SDPI-ക്കാർ തന്നെ വീണ്ടും മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് വിജയിപ്പിച്ചെത്തിക്കുന്നതിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തില് ലീഗിന്റെ കോട്ടകളിൽ ലീഗ് ഇത്തവണ എന്തായാലും അവരുടെ ചില സീറ്റുകൾ കോൺഗ്രസുമായിട്ട് വെച്ചു മാറുന്നുണ്ട്. കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് കൂടി ലീഗ് തയ്യാറാകുന്നുണ്ട്. കാരണം അധികാരത്തിൽ എങ്ങനെയും വരണം. അധികാരം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ലീഗ് അവരുടെ ബാർഗെയിനിങ് പവർ അങ്ങ് മാറ്റും, അത് കൂട്ടും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. 2011 കേരളം കണ്ടതാണ്. അവരുടെ 5ാം മന്ത്രി അതവർക്കുണ്ടാകും. കാരണം കോൺഗ്രസിനു മേൽ ഇത്രയും ഭരണം നടത്താൻ കഴിയുന്ന വേറൊരു പാർട്ടി ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്തും അവര്. പാണക്കാട്ട് തങ്ങളുടെ അവിടുന്ന് ഒരു ഫോൺ അങ്ങോട്ട് ചെന്ന് നമ്മുടെ സോണിയാമ്മച്ചിയുടെ വീട്ടിലേക്ക്. സോണിയാമ്മച്ചി ആയാലും മക്കള് മറ്റേ ആ ചക്കൻ പപ്പുമോനും പെങ്ങള് പ്രിയങ്ക ആയാലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. ആ ചെക്കനും പെങ്ങളും ഒക്കെ ഇവിടുന്ന് ജയിച്ചു പോയത് ഒക്കെ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടാണ്, അല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരുടെ പിന്തുണ കൊണ്ടൊന്നും അല്ല. അപ്പോൾ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി അവർ ചിലപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഭരണപരിചയമോ കാര്യമോ ഒന്നുമില്ല, അത് വേറെ കാര്യം. അത് വേണ്ടല്ലോ, നെഹ്റു കുടുംബമല്ലേ, അവർക്ക് പിന്നെ എന്തും ആകാമല്ലോ.
അപ്പോൾ എന്തായാലും ലീഗിന്റെ ഒരു സ്ഥാനമൊന്നും ലീഗിന്റെ എന്തായാലും രംഗത്ത് നിൽക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെ അവരുടെ കയ്യിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഈ ലീഗിന്റെ ഇടങ്ങളിലേക്ക് പരാജയത്തിന്റെ കാരണം തനിക്ക് പാരയായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് പണിയില്ല. തിരുവമ്പാടി മണ്ഡലം ലീഗ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടല്ലോ. ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരട്ടെ, കൊടുക്കാമെന്ന് പറഞ്ഞു. ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ഏറെ ശ്രമം നടത്തിയത് ആരാണ്? ലീഗ് തന്നെയാണ്. ലീഗിന് അധികാരത്തിലേക്ക് വരണം, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ലീഗിൻ്റെ ഈ ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചയ്ക്കും ഔദാര്യവും ഒക്കെ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലീഗിൻ്റെ കോട്ടയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു കക്ഷിയാണ്, നമ്മുടെ സന്ദീപ് വാര്യർ. BJP-യിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ അധികാരമോഹിയായിട്ടിരുന്ന ആളാണ്. സ്ഥാനമാനത്തിന് വേണ്ടി കലഹിച്ചു. അത് കിട്ടാതെ വന്നപ്പോൾ നേരെ കോൺഗ്രസിലേക്ക് ചാടി. നേരെ അന്ന് പോയത് എങ്ങോട്ടാണ്? പാണക്കാട് തങ്ങളെ കാണാനാണ് പോയത്. ആദ്യം ഗണപതിയെ വന്ദിക്കണമല്ലോ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പാണക്കാട് പോയി നമസ്കരിച്ചു. പിന്നീടാണ് പോകുന്ന വഴിക്ക് എവിടെയോ വെച്ച് ഇവിടെ KPCC ആസ്ഥാനത്ത് കയറിയത്. KPCC ആസ്ഥാനം എന്നുള്ളത് പിന്നെയാണ്, ചേർന്നത് കോൺഗ്രസിലാണ്. പക്ഷെ മത്സരിക്കാൻ പോകുന്ന ഇനി ലീഗിൻ്റെ കോട്ടയിലായിരിക്കും. ലീഗിൻ്റെ കോട്ടയിൽ ജലീലിനെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. KT ജലീൽ ഒരു തവന്നൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഫിറോസുമായിട്ട്. വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. നമുക്കറിയാം, പണ്ട് കുറ്റിപ്പുറത്ത്, അന്ന് കുറ്റിപ്പുറം മണ്ഡലമാണ്, PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ 2006 ഒരു തകർപ്പൻ വിജയമല്ലേ നേടി വന്നത്. അതോടുകൂടി KT ജലീൽ കേരളത്തിൻ്റെ ഒരു താരമായി മാറി. 2016 ജയിച്ച് വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ പിന്നീട് മന്ത്രിയൊക്കെ ആക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ തവന്നൂരിൽ മത്സരിക്കണമെന്നാണ് സന്ദീപ് വാര്യർ കരുതുന്നത്. സന്ദീപ് വാര്യർ മറ്റെവിടെയെങ്കിലുമൊക്കെ മത്സരിച്ചാലേ ഈ കോൺഗ്രസ്സുകാർ പാരവയ്ക്കും, ഉറപ്പാണ്. കാരണം കോൺഗ്രസ്സിൽ ഈ കിടന്ന് പണി ചെയ്തിട്ടും വെള്ളം കോരിയിട്ടും വിറക് വെട്ടിയിട്ടും സീറ്റ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ നികൃഷ്ടമായ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഈ സന്ദീപ് വാര്യർ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് കാലുവാരും എന്നറിയുന്നത്. അതുകൊണ്ടാണ് ലീഗിൻ്റെ ഇടങ്ങളിലേക്ക് പോയാൽ, ഇപ്പം മലബാർ പ്രദേശത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വിജയിക്കുന്നത് ലീഗിൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ്. ഇപ്പം CPI ഇവിടെ വിജയിച്ചു വരുന്നത് CPIയുടെ വോട്ട് കൊണ്ട് മാത്രമാണ്. പണ്ട് MM മണി പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു വാർഡ് മെമ്പറായിട്ട് ജയിച്ചു കാണിക്ക്, പിന്നെ അങ്ങ് ഉണ്ടാക്കും എന്നല്ലേ MM മണിയുടെ ഭാഷ. അത് CPI അവഹേളിക്കുന്നതാണ്. ഇപ്പൊ പക്ഷെ അദ്ദേഹത്തിൻ്റെ വലിയ ശബ്ദമൊന്നും കേൾക്കാനില്ല കേട്ടോ. അപ്പോൾ എന്തായാലും CPIക്ക് സാധിക്കത്തില്ല. അതുപോലെ ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ ഇടങ്ങളിൽ ആർക്കും കയറി കൊത്താൻ കഴിയില്ല. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ ഒരു CPM-കാരും കയറി കൊത്തിപ്പറിക്കത്തില്ല. അത് കൈകൊള്ളുമെന്നറിയാം. തീക്കട്ടയിൽ കയറി എറുമ്പരിക്കുമോ? അപ്പോൾ സന്ദീപ് വാര്യർക്ക് സുരക്ഷിതമായ ഇടം കൊടുക്കുക. അതാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ ആദ്യം പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട്
രംഗത്ത് വരും എന്നുള്ളതായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ BJPയോടെ പകരം വീട്ടാനെന്നുള്ള മട്ടിലാണ് ഈ വേഷം കെട്ടൽ നടത്താൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.